പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നാളെ 28/6/2024 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് 5/7/2024 വൈകുന്നേരം 5 മണി വരെ ഉണ്ടാകുന്നതാണ്. ഇതുമായി എല്ലാം ബന്ധപ്പെട്ട ലൈവ് ഡെമോ വീഡിയോകൾ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. LBSന്റെ വെബ്സൈറ്റിൽ ഈ വർഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം 26 മുതൽ ഇതിനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളിൽ എന്തെങ്കിലും തെറ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ റിമാർക്സ് ആയിട്ട് കാണിക്കുന്നതാണ്. അത്തരം ഡോക്യുമെൻറ്റ്സുകൾ ശരിയായിട്ടുള്ളവ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ മറ്റു വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അപ്പോൾ ലഭ്യമാകുന്ന ഒരു റിമാർക്സ് കോളം വഴി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ആയിരിക്കും ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുക. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഓപ്ഷൻ നൽകുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ള കാര്യം. ഒരാൾക്ക് എത്ര ഓപ്ഷൻ നൽകാം, എത്ര കോഴ്സുകളിലേക്ക് നൽകാം, എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നീ കാര്യങ്ങളിലെല്ലാം സംശയമുണ്ട്. ഇത് ഈ ഒരു ചാനലിൽ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിരുന്ന ഓപ്ഷൻ നൽകുന്നതിൻ്റെ ലൈവ് ഡെമോ വീഡിയോയുടെ ഭാഗമാണ്. ഈ വർഷം ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാവുക 10/7/2024 മുതലായിരിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അതായത് 8-ന് താൽക്കാലിക റാങ്ക് ലിസ്റ്റും 10/7/2024 ഫൈനൽ റാങ്ക് ലിസ്റ്റും വരുന്നതായിരിക്കും. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകളും ഡീറ്റെയിൽസുകളും എല്ലാം നിങ്ങൾക്ക് ചാനൽ വഴി ലഭിക്കപ്പെടുന്നതായിരിക്കും. ഒരു വിദ്യാർത്ഥിക്ക് എത്ര കോളേജിലേക്കും എത്ര കോഴ്സിലേക്കും എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. നൽകാവുന്ന ഓപ്ഷൻ്റെ എണ്ണത്തിൽ പരിധിയില്ല. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് എല്ലാ കോളേജിലേക്കും എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒന്നാമതായിട്ട് നൽകുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സുമായിരിക്കണം. പിന്നീട് വരുന്ന ഓപ്ഷനുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ മാത്രമേ നൽകാവൂ. ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഓപ്ഷൻസ് എന്ന ഒരു കോളം കാണാവുന്നതാണ്. ആ ഒരു കോളത്തിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന കോളേജും കോഴ്സും ഉണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിനും കോഴ്സിനും നേരെ ഓപ്ഷൻ നമ്പർ 1 എന്ന് നൽകുക. പിന്നീട് അതുപോലെ രണ്ടാമത് മൂന്നാമതായി നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷനുകൾ ഏതാണോ അവിടെയെല്ലാം ആ ബോക്സിനുള്ളിൽ നിങ്ങൾ ആ നമ്പറുകൾ നൽകി ഏറ്റവും താഴെ കാണുന്ന സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. സേവ് എന്ന ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്ഷൻ്റെയും ഒരു ലിസ്റ്റ് താഴെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ നൽകി കഴിഞ്ഞ ഓപ്ഷൻ്റെ സ്ഥാനം മാറ്റാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തവ നൽകി പോയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുമുള്ള സൗകര്യമൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാകുന്നതാണ്. കൂടാതെ നിങ്ങൾ നൽകിക്കഴിഞ്ഞ ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്താൻ എഡിറ്റിംഗ് നടത്താനുള്ള സൗകര്യം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും സാധാരണ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യം നൽകാറുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിരവധി പേർ വീഡിയോകൾ കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.